നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ദിവസം നല്ലൊരു വെയിലുള്ള ഒരു ദിവസമായിരുന്നെങ്കിലും അടുത്ത ദിവസം ആയപ്പോഴേക്കും നമുക്ക് അങ്ങനെ മഴ കാണാൻ പറ്റിയിട്ടോ. കാരണം അന്ന് അതായത് നമ്മൾ എത്തിയതിന്റെ അന്ന് രാത്രി തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോഴത്തെ അവസ്ഥ ഇതുപോലെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ മഴ കാണാനുള്ള നമ്മുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കിട്ടി. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ശരിക്കും മിസ് ചെയ്യണത്. കാരണം ഇതുപോലെ നല്ല പച്ചമാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറി ഒന്നും നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. കാരണം ഇതുപോലത്തെ നല്ല മാങ്ങ അവിടെ കിട്ടില്ല. അതുപോലെ തന്നെ നല്ല കായൽ മീനും. അപ്പൊ ഇന്ന് മുണ്ടത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കറിയാണ് കേട്ടോ. അപ്പൊ അത് തലേദിവസം തന്നെ വെച്ചിട്ടുള്ള മീൻ കറി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ചൂടാക്കി വരും തോറും അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരുമല്ലോ. അപ്പൊ നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട് നല്ല നാളികേരപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള മീൻ കറിയും അതുപോലെ കൂർക്ക് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. കൂർക്ക് ഉപ്പേരിയും മുള്ളനായിരുന്നു വറുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുള്ളനും അതുപോലെ നമ്മുടെ കടുമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഉച്ചയിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു. അതായത് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഉച്ചയിലെ ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കാന്നുള്ളത് അതൊരു നിർബന്ധം. അങ്ങനെ ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കൊക്കെ വന്ന് നോക്കുമ്പോഴും മഴ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം നല്ല മഴ ഇനി ഉണ്ടായിരുന്നു അന്ന് ആ ഒരു ദിവസം നമ്മൾ എത്തിയതിന്റെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്. പിന്നെ മാങ്ങ പച്ച മാങ്ങ പോലെ തന്നെ നല്ല പഴുത്ത മാങ്ങയുടെയും സീസൺ ആയതുകൊണ്ട് കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേഗം മക്കൾക്കും പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. എല്ലാ മാങ്ങയും നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കഴിച്ചപ്പോഴേക്കും പ്ലേറ്റ് കൊണ്ടുപോയത് ഓർമ്മയുള്ളൂ, കഴിഞ്ഞത് അറിയില്ല. അങ്ങനെ ഒരു 5-5:30 ആയപ്പോഴേക്കും പിന്നെ നമ്മൾ ചായ ഇട്ട് കുടിച്ചു. ആ ഒരു സമയമായപ്പോഴേക്കും പുറത്ത് നോക്കിയപ്പോൾ ഇതുപോലെയായിരുന്നു അവസ്ഥ. അതായത് സൂര്യനൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. രാവിലെ തൊട്ട് ഇവിടെ തന്നെയാണോ മഴ പെയ്തെന്ന് തോന്നിപ്പോട്ടെ. അതുപോലെ ആയിരുന്നു പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ. കാരണം അത്യാവശ്യം നല്ല ചൂടും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു 5 മണി 5:30 ആ ഒരു വൈകിട്ട് ആ ഒരു സമയത്ത് കാണുന്ന അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോഴത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊതുകടിയാണ്. അതായത് ഇവരെ തന്നെ തേടി പിടിച്ച് കൊതു വരുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഡോമസ് ഒക്കെ തേച്ചിട്ടാണ് എല്ലാ നേരം 24 മണിക്കൂറും രണ്ടാളും പുറത്തിറങ്ങി നടക്കുന്നത്. പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പറമ്പിന്റെ അവിടേക്ക് ഒന്ന് പോയി കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമ്മൾ വേഗം ഇറങ്ങി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെയും കൊതെടുത്ത് പറക്കും. അതുപോലെ ആ ഒരു സമയത്താണെങ്കിൽ നല്ലപോലെ കൊതു വരുന്ന ഒരു സമയമാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.